നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണോ? സാം പിത്രോദ പറഞ്ഞിരിക്കുന്നു, തെക്കേ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ്, പടിഞ്ഞാറുള്ളവർ അറബികളാണ്, കിഴക്ക് ചൈനക്കാരെ പോലെ ആണ്, വടക്കുള്ളവരൊക്കെ വെളുത്തതാണ്. ഈ സാം പിത്രോദ കോൺഗ്രസിൻ്റെ അടപ്പൂരാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ? അല്ല, അത് അങ്ങനെ അടപ്പൂരാൻ തീരുമാനിച്ചിറങ്ങിയതല്ല. ഇതൊക്കെയാണ് സാം പിത്രോദ പോലുള്ളവരുടെ മനസ്സിലുള്ളത്. മനസ്സിലുള്ളത് പുറത്തു വന്നേ ഉള്ളൂ. ഇത് വല്ലപ്പോഴും പുറത്തു വരുമല്ലോ. ഇത് ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ വന്നപ്പോഴും സാം പിത്രോദയാണ് സത്യം പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, ആ മനുഷ്യൻ സത്യസന്ധനാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഡാമേജ് എന്തുമായിക്കോട്ടെ, കോൺസിക്വൻസ് എന്തുമായിട്ട് പുള്ളി കോൺഗ്രസിൻ്റെ ചിന്താഗതി പുള്ളി തുറന്നങ്ങ് പറയുന്നു. അപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: തെക്കുള്ളവർ കറുത്തതാണ്, വടക്കുള്ളവർ വെളുത്തതാണ്. ഞാൻ ഈ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കറുത്തവരെയും വെളുത്തവരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വ്യാപകമായൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ രൂഢമൂലമാക്കി. അങ്ങനെയാണ് ഈ ആര്യദ്രാവിഡ തർക്കം ഒക്കെ വരുന്നത്. ഇതിൻ്റെ എല്ലാം വിത്ത് പാകിയത് ഈ കറുപ്പ് വെളുപ്പ് വെച്ചിട്ടാണ്. എനിക്ക് കറുപ്പ് ഒരു മോശം നിറമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം കറുപ്പ് മഹത്തായൊരു നിറമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഓരോ മനുഷ്യനും ഓരോ നിറത്തിൽ ജീവിക്കുന്നു. ഇതിൽ എന്നെ കറുപ്പിൻ്റെ പേരിൽ കറുത്തവൻ എന്ന് ഞാൻ ഒരു ഫുട്ബോളുകാരനുണ്ടല്ലോ, എംബാപ്പെ, ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ, കണ്ടാൽ പേടിച്ചു പോകുന്നു പറഞ്ഞത്. രസം അതല്ല, അത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നില്ല. ഈ മലയാളി കുറേ അധികം പോട്ടന്മാരുണ്ട്, അവർക്ക് ട്വിറ്റർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ട്വിറ്ററിലാണ് എഴുതിയത്. പലരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയും, സാറ് ട്വിറ്ററിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു എന്ന് പറയും. ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യന്മാർ കുറേ അധികം കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത്, എൻ്റെ പക്ഷത്തുമുണ്ട്. ഇവരെല്ലാം കൂടെ അന്ന് വലിയ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു, എംബാപ്പെ എന്നേക്കാൾ കറുത്തൊരു പ്രേതം പോലെ ഇരിക്കുന്ന മനുഷ്യൻ, ഞാനാണ് ഏറ്റവും കറുത്തവരെന്ന് ഞാൻ വിചാരിച്ചു. എന്നേക്കാൾ കറുത്തിരിക്കുന്നു ഈ മനുഷ്യനെ രാത്രി കണ്ടാൽ പേടിച്ചു പോകും. രാത്രി ഇടവഴിയിൽ ഒരു 7.5 അടി പൊക്കമുള്ള കറുത്ത നല്ല ബലിഷ്ഠനായ ഒരു മനുഷ്യനെ കണ്ട ആരെ പേടിക്കാതെ? ആരും പേടിച്ചു പോകും. ഇവർ എംബാപ്പയെ ഇവർ ടി വിയിൽ നേരിട്ട് കണ്ട് അവരുടെ രൂപമുണ്ടല്ലോ, ആ ഒറിജിൻ സൗത്ത് ആഫ്രിക്കൻ ഒറിജിനൊക്കെയുള്ള ആൾക്കാർ അസാമാന്യമായ ഹൈറ്റും സംഗതിയാണ് അവർക്ക്. അവർ ചിരിച്ചാൽ നമ്മൾ പേടിക്കും. കാരണം വെളുത്ത പല്ലും ചുവന്ന മോണയും കറുപ്പിൽ വരും. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും. ഇപ്പം ഞാനത് തമാശയ്ക്ക് എഴുതി ഉടനെ അതിൽ വംശീയ അധിക്ഷേപം. എനിക്കറിയാം, അതിനകത്ത് ഏറ്റവും അധികം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നെ വിമർശിക്കാൻ. കുറേ അധികം പേര് കാത്തിരുന്നു. കാരണം അവരുടെ ഒരു പ്രബലനായ രാഷ്ട്രീയ നേതാവിനെ ഞാനൊന്ന് ചൊറിഞ്ഞിരുന്നു 2 മാസം മുമ്പ്. ആ ചൊറിച്ചിൽ സത്യമായതുകൊണ്ട് ഇവർക്കൊന്നും ഡിഫെൻസ് ഇല്ലാതെ പോയി. അതിൻ്റെ ദേഷ്യം ഇതിൽ തീർക്കുകയായിരുന്നു. ഇതൊക്കെ പോട്ടെ, അത് അതിൻ്റെ ഡൈനമിക്സ്. ബട്ട് പ്രോബ്ലം ഈസ് വ്യാപകമായ ഈ ചിന്താഗതി, വടക്കുള്ളവർ വെളുത്തവരും തെക്കുള്ളവർ കറുത്തവരും, അവർ ആര്യന്മാരും നമ്മൾ ദ്രാവിഡന്മാരും, ഇതാണ് സമ്പ്രദായം. ഇത് തന്നെ തെറ്റാണ്. നിങ്ങൾ കറുത്ത സർദാർജിയെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. കറുത്ത നോർത്ത് ഇന്ത്യക്കാർ എത്രയോ പേര് കറുത്തവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി കിഴക്കോട്ട് പോയി ചൈനയെ പോലെയാണോ ഇരിക്കുന്നത്? ഹിമന്ത ബിശ്വ ശർമ്മ, ആസാം മുഖ്യമന്ത്രി, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചൈനക്കാരനാണെന്ന് പറയുമായിരുന്നെങ്കിൽ. ഇത് മംഗോളിയൻ ഒറിജിൻ ഉള്ളവർ, അവർ ഈ ആക്ച്വലി ഞാൻ മംഗോളിയൻ ഇത് ഉള്ളതുകൊണ്ടാണ് ഈ പതിഞ്ഞ മൂക്ക്, പൊക്കം കുറഞ്ഞൊക്കെ ഇരിക്കുന്നതിന് മംഗലോയിഡ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു പേര്. അതൊക്കെ ആന്ത്രപ്പോളജിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഭാരതത്തിൻ്റെ ആളുകളുടെ DNA പരിശോധിച്ച് നോക്കുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി ആരുമായിക്കൂടെ ഭാരതീയനാണ്, അവൻ്റെ DNA എടുത്ത് നോക്കുക, ഇറ്റ് വിൽ ബി സെയിം. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഈ റീജിയണലിസം പച്ചപിടിക്കാത്തത്. വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് വേറെ രാജ്യമൊന്നും ആകുന്നില്ല. ഞാനിപ്പോഴും ഈ കട്ടിങ് സൗത്ത് മനോഭാവമാണ് ഈ സാം പിത്രോദയുടെ വായിൽ നിന്ന് വന്നത്. ഇവരൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങളായതുകൊണ്ട് ഇവരെ തടുത്തു കൂട്ടി പണ്ടരത്തെ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പൊങ്ങച്ചം. വാസ്തവത്തിൽ അതങ്ങനെയല്ല. ഇവരെല്ലാം ഹിസ്റ്റോറിക്കലി കൾച്ചറലി ഒന്നായതുകൊണ്ടാണ്. കോൺഗ്രസ് ഇല്ലാതിരുന്ന കാലത്ത് ഭാരതം ഇല്ലായിരുന്നു. ഇവരൊക്കെ എന്താ വിചാരിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ ദിവസമാണ് ഭാരതം ഉണ്ടായതെന്നോ? അതോ ബ്രിട്ടീഷുകാർ തല്ലിക്കൂട്ടി റെഡിയാക്കി
എന്നിട്ട് അവർ അധികാരം ഒഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി, ഇതാണ് ഭാരതമെന്ന്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് തെറ്റായ കാര്യങ്ങളാണ്. സയൻറ്റിഫിക്കലി റോങ്, ഹിസ്റ്റോറിക്കലി റോങ്, ആന്ത്രപ്പോളജിക്കലി റോങ് ഫ്രം എവറി വ്യൂ പോയിൻറ്റ്. സാം പിത്രോദ ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അയാളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അയാൾ സ്വയം വീഡിയോ ചെയ്യുന്നു. അയാൾ കോൺഗ്രസിൻ്റെ വളരെ അടുത്ത ആളാണ്, നെഹ്റു കുടുംബത്തിൻ്റെ അടുത്ത ആളാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ അടുത്ത കക്ഷി സാം പിട്രോഡയാണ്. അവരുടെ ട്രഷറർ ഉണ്ടായിരുന്ന അദ്ദേഹം മരിച്ചുപോയില്ല. പിന്നെ 4ാം പ്രതിയോ 5ാം പ്രതിയോ മറ്റുമാണ് സാം പിട്രോഡ. സോ ക്ലോസ് ടു ഗാന്ധി. തിങ്ക് ടാങ്ക് പോലെ നിൽക്കുന്ന ആളാണ്. അതെ, ഈ ജയറാം രമേശൊക്കെ അയാൾ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അയാൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ വോക്കിസം, ആവുന്നത്ര വോക്കിസം ഭാരതത്തിൽ പരത്തുക, ഇതാണ് ഇവർ ചെയ്യുന്നത്. സുനിലിന് ഒരു കാര്യം അറിയാമോ? 1941 സെൻസസിൽ മിസോറാമിൽ മിസോകളില്ല, നാഗാലാൻഡിൽ നാഗയുമില്ല. ഇറ്റ്സ് ഓൾ ലേറ്റർ ഓൺ ക്രിയേഷൻസ്. ഭാരതത്തിൽ എത്ര ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാമോ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. 1881 സെൻസസിൽ, ബ്രിട്ടീഷുകാർ നടത്തിയ സെൻസസ്, ആ സെൻസസിൽ 1886, 5 വർഷം താമസിച്ചു അത് പഞ്ചാബിലെ സെൻസസ്. കാരണം പഞ്ചാബിൽ സിഖുകാരില്ല. അവർ ദേഷ്യം പിടി, നിങ്ങൾ ഹിന്ദുവാണോ സിഖാണോ? ഇതെന്തൊരു ചോദ്യം, ഇതെന്താ ചോദ്യം? എൻ്റെ വീട്ടിൽ തന്നെ സിഖായിട്ട് ജീവിക്കുന്ന ആളുമുണ്ട്, ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ആളുമുണ്ട്, ഒരേ വീട്ടിൽ. ഇപ്പോഴും ഉണ്ട്. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഷോ യു വൺ ഓഫ് മൈ ഫ്രണ്ട്, അയാളുടെ ഒരു മകനെ സിഖായിട്ടാണ്. ഒരുപാട് ഹിന്ദുക്കൾ ഒരാൺകുട്ടിയെ സിഖായിട്ട് വളർത്തും. നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പോഴേ ഇവർ വന്നിട്ട് താൻ സിഖാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചു വഴക്കായി. സെൻസസ് നടത്താൻ പറ്റില്ല. 6 വർഷം എടുത്തു കഴിഞ്ഞ്, 5 വർഷം എടുത്തു കഴിഞ്ഞിട്ട് 6% പേര് തങ്ങൾ സിഖാണെന്ന് പറയും. ദിസ് വാസ് ദ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. എന്നിട്ട് ഇപ്പോഴോ പഞ്ചാബ് നിറച്ച് സിഖാണ്, ഇല്ലേ? ആ ഒരു ഡിവിഷൻ സക്സസ്ഫുള്ളി അവർ വരുത്തി. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് വിഭജിച്ചു, ഈഴവൻ എന്ന് പറഞ്ഞ്, നായർ എന്ന് പറഞ്ഞ്, അങ്ങനെയൊക്കെ വിഭജിച്ച് കാസ്റ്റ് സെൻസസ് ഇവരുടെ ഒരു പ്രധാന ഇഷ്യൂ ആകുന്നത് അതുകൊണ്ടാണ്. എങ്ങനെ എത്ര ഡിവൈഡ് ചെയ്യാം? ആദ്യം 1950-കളിലാണ്, 56-ലോ മറ്റുമാണ് കാക്ക കാലേക്കർ കമ്മീഷൻ കണ്ടെത്തിയത് ഇന്ത്യയിൽ 330 ജാതികളാണെന്നാണ്. മണ്ഡൽ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് 3600 ജാതിയായി. ഇപ്പം നിങ്ങൾ ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 40,000 ജാതി ഉണ്ടാകും കേരളത്തിൽ. ഇങ്ങനെയാണ് നിങ്ങൾ ഈ കണക്കെടുത്ത് ആൾക്കാരെ ചൊറിഞ്ഞ് വേറെ ആക്കിയിട്ട് പിന്നെ അവർ തമ്മിൽ നിന്നെ അവൻ അടിച്ചതാണ്, പണ്ടടിച്ചതാണ്, ഇപ്പം അടിച്ചല്ലെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ അടിച്ചതാണ്, ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ് ആൾക്കാരെ തമ്മിലടിപ്പിച്ച് ഇതിങ്ങനെ കുഴപ്പത്തിൽ നിർത്തുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ജാതി സെൻസസിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതെ, ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ജോലിയുള്ളവർ അതിൽ എത്ര പേര് പിന്നോക്ക വിഭാഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും പിന്നോക്ക വിഭാഗമാണ്, എനിക്കും സർക്കാർ ജോലി കിട്ടണം, ഞാൻ പിന്നോക്കം അല്ലെങ്കിൽ പോലും ഞാൻ പിന്നോക്കമാകാൻ ശ്രമിക്കും. ഇതിനെ ചെറുത്ത മനുഷ്യരുണ്ട്. പണ്ഡിറ്റ് കറുപ്പനാണ് പറഞ്ഞത് ധീവരൊരു പിന്നോക്ക വിഭാഗമൊന്നുമല്ല, അതിൻ്റെ ഒരു സൗകര്യം ഒരു കിഴങ്ങ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പണ്ഡിറ്റ് കറുപ്പൻ പറഞ്ഞു. PK ഡീവറും അതിനോട് യോജിച്ചു. അപ്പോൾ എന്ത് പറ്റി? ധീവര സമുദായം OBCയിലായിപ്പോയി പുതിയ കണക്കനുസരിച്ച്. SC/ST സ്റ്റാറ്റസ് ഇല്ല. ഇപ്പോൾ ധീവര സമുദായത്തിന് തോന്നുന്നു SC/ST ആവുന്നതായിരുന്നു നല്ലത്. പണ്ഡിറ്റ് കറുപ്പൻ പറഞ്ഞത് മണ്ടത്തരമാണ്. കറുപ്പന്മാർ ഇപ്പോഴും ഭാരതീയത തുടിക്കുന്ന പേരുകൾ നോക്കിക്കോളൂ. കേരളത്തിൽ ധീവര സമുദായമാണ് കൊടുക്കുന്നത്, നമ്പൂതിരിമാരല്ല. ധീവര സമുദായത്തിൻ്റെ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ വിജ്ഞാനവർദ്ധിനി, ഒരു വൈദ്യശാലയാണെങ്കിൽ ആതങ്ക നിവാരിണി, ഈ പേരുകളൊക്കെ ഈ പളുരുത്തി ഭാഗത്തൊക്കെ പോയി നോക്ക്. ഈ പേരുകളെല്ലാം തന്നെ ഒന്നാം തരം സംസ്കൃതം വേദവുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ഇടുന്നൊരു സമുദായമാണ് ധീവര സമുദായം. ദേ ആർ നോട്ട് ബാക്ക്വേർഡ് ഓർ യൂസ്ലെസ്. വേദവ്യാസൻ്റെ സമുദായം കുറഞ്ഞ സമുദായമാണ്. അതെ അതെ. പക്ഷേ ഈ സമുദായത്തെ ഇങ്ങനെ പറഞ്ഞ് നീ കൊള്ളില്ലാത്തവനാണ്, നീ പിന്നോക്കക്കാരനാണ്, അങ്ങനെ പറഞ്ഞ് പുലയൻ നിന്നെ ചതിക്കുകയാണ്, ഉള്ളടൻ നിന്നെ പാരവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്
ഇവർ തമ്മിൽ ഇങ്ങനെ ശത്രുത ഉണ്ടാക്കുക. ആദ്യം ഈ ശത്രുത ഇൻ്റർമീഡിയറ്റ് കാസ്റ്റിൽ അങ്ങ് തുടങ്ങും. നായർ, ഈഴവ, അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോൾട്ട് ലൈൻ. പിന്നെ അതിന് താഴെ അടുത്ത ഫോൾട്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾട്ട് ലൈനിൽ തീ പിടിപ്പിച്ചിട്ട് ഇവരെ വഴക്കടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഹിന്ദു ഇല്ല എന്നുള്ള ലക്ഷ്യം നേടുക മാത്രമല്ല, അതേസമയം ഇസ്ലാമിക സംവരണം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഹിന്ദുവായിട്ട് മാറുകയും ചെയ്യും. ഇവർ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ന്യൂനപക്ഷമാകുന്നത് ആരുമായിട്ട് നോക്കുമ്പോഴാണ് ഈ വഴക്കിട്ട് നിൽക്കുന്ന എല്ലാ ഗ്രൂപ്പിനെയും ചേർത്ത് ഒറ്റ ഗ്രൂപ്പാക്കിയിട്ട് അതിനേക്കാൾ കുറവാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവരെ ന്യൂനപക്ഷമാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഹിന്ദു ആവശ്യമാണ്. ആ ഒരു ആവശ്യത്തിലേക്ക് മാത്രം ഇവരെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റ് ചേർന്ന് ഹിന്ദുവാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈഴവരായിരിക്കും. ഇല്ലേ? കേരളത്തിൽ വാസ്തവത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷമായിരിക്കുന്നത് മൊത്തമെടുത്താൽ ഹിന്ദുവാണ്. ഇനി അതല്ല, ഇൻഡിവിജ്വലി ഇവർ ഈ കൃത്രിമമായി കൊണ്ടുവന്ന കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈഴവ, നായർ, പുലയ, ധീവര, ഇതൊക്കെ ഈ കമ്മ്യൂണിറ്റീസാണ് ന്യൂനപക്ഷങ്ങൾ. ഇസ്ലാമിൽ ജാതി ഇല്ലല്ലോ. അതെ അതെ, ഇസ്ലാമിൽ ജാതിയില്ല, സമ്മതിക്കില്ല. ക്രിസ്ത്യാനികളിൽ ഒട്ടും ജാതിയില്ല. അതെ അതെ. അതേസമയം അവശ്യ ക്രിസ്ത്യാനിക്ക് സംവരണം കിട്ടുകയും വേണം. ഈ ക്രൈസ്തവ വികസന കോർപ്പറേഷനുണ്ട് കോട്ടയത്ത്, അറിയാം? അതെ അറിയാം. ഫ്രം 1979 പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ. പരിവർത്തനം ചെയ്യപ്പെട്ടവർക്ക് സൗകര്യങ്ങളൊക്കെ കൊടുക്കാൻ അത് തീരുമാനിക്കുന്നതൊക്കെ ബിഷപ്പുമാരാണ്, എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. ഈ കോർപ്പറേഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുക, റൈറ്റ് ഓഫ് ചെയ്യുക, ലോൺ കൊടുക്കുക, റൈറ്റ് ഓഫ് ചെയ്യുക. ഞാൻ വിവരാവകാശ നിയമപ്രകാരം അവരുടെ ആക്ടിവിറ്റീസ് കളക്ട് ചെയ്തതാണ് ഒരു 10-15 വർഷം മുമ്പ്. പരമദയനീയമാണ്. ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ലോൺ കൊടുക്കും, റൈറ്റ് ഓഫ് ചെയ്യും, ലോൺ കൊടുക്കും, റൈറ്റ് ഓഫ് ചെയ്യും. ഒരു ലോൺ മേള നടത്തും, അതിലേതെങ്കിലും ഒരു ബിഷപ്പിനെ വിളിച്ചുകൊണ്ട് വരും. എന്തിനാണ്? പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണില്ല. അതിനകത്തെ ഒരു ചടങ്ങിൽ ബിഷപ്പിനെ വിളിക്കുന്നത് എന്തിനാണ്? ബിഷപ്പിനെ വിളിക്കും. ഇങ്ങനെ ഇവരെ കൃത്രിമമായിട്ട് ന്യൂനപക്ഷമായിട്ട് നിർത്തി ആനുകൂല്യം കൊടുക്കും. ചോദിച്ചാൽ ജാതിയില്ല, പ്രവൃത്തിയിൽ ജാതിയുണ്ട്. ഇതൊക്കെ ഇവർ ചെയ്യുന്നതാണ്. മുസ്ലിങ്ങൾക്കും ഇതുണ്ട്. മുസ്ലിങ്ങൾക്ക് ജാതി മാത്രമല്ല പ്രദേശവുമുണ്ട്. തെക്കൻ മേത്തനെ വടക്കൻ മേത്തനെ അംഗീകരിക്കില്ല. ഈ പത്തനംതിട്ടയിലും അവിടെ റാവുത്തർമാരോ അവിടെ കിടന്ന് മസിൽ പിടിക്കുന്ന കക്ഷിയെ മഞ്ചേരിക്കാർ അംഗീകരിക്കില്ല. നിൽക്കട്ടെ എന്ന് പറയും. ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ ഫോൾട്ട് ലൈൻ ആരും മിണ്ടില്ല. മിണ്ടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അതും മിണ്ടാൻ പാടില്ല. ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ അത് ഈക്വലി ഇപ്പുറത്തും അപ്ലൈ ചെയ്യണം. പക്ഷേ ഇപ്പുറത്ത് ഇത് പൊലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മൊത്തം ഭാരതത്തെ തകർത്തിട്ട് ജയിക്കാം എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ ഇവർ ജയിക്കാൻ പോകുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്ക്. ഇത്രയും കാലം ഇവർ ശ്രമിച്ചിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് 5% പേരെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. 5% ഓഫ് ഇന്ത്യൻ ഷെഡ്യൂൾ കാസ്റ്റ് ദേ കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. 95% കണ്ടിന്യൂസ് ടു ബി ഹിന്ദു ഈവൻ ടുഡേ. സോ എന്തെല്ലാം ഫിസിപ്പാരസ് ടെൻഡൻസി കൊണ്ടുവന്നിട്ട് എന്തെല്ലാം പ്രചരണം നടത്തിയിട്ടും ഈ ഹിന്ദു പിന്നെയും കൾച്ചറലി ഒന്നിച്ച് നിൽക്കുന്നു. ആ നിൽക്കുന്ന അതിൻ്റെ ആ ക്വാളിറ്റിയുടെ പേരാണ് ഹിന്ദുത്വം, വിച്ച് ദേ ഡോണ്ട് ലൈക്ക് ആൻഡ് ഈവൻ ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് ബിയോണ്ട് ദെയർ കോംപ്രഹെൻഷൻ. അതിപ്പോൾ തകർക്കാനാണ് രാഹുൽ ഗാന്ധിയും സാംബിത് റോയയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓബിയസ്ലി അതാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറ്റേ ഇയാൾ ലാലു പ്രസാദ് യാദവ് പറഞ്ഞില്ലേ, സംവരണം മൊത്തം മുസ്ലിങ്ങൾക്ക്, ബാക്കിയുള്ള SC/STക്കും OBCക്കും ഒന്നും വേണ്ട. അത് അയാളുടെ ഉള്ളിലുള്ളതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ. അയാളൊക്കെ പണ്ടേ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ള ഹിന്ദുവായിട്ട് തുടരുകയായിരിക്കും അയാൾ. അല്ല, പിന്നീട് നിലപാട് മാറ്റി. മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ നിലപാട് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4 പാടുന്നത് ഇതെന്താ ചേട്ടാ ഈ പറഞ്ഞത്? അല്ല, ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ തുറന്ന് പറയാമോ? അല്ല, മോദി അത് ഏറ്റെടുത്തു. ഇവരുടെ ലക്ഷ്യം അജണ്ട പുറത്തു വന്നു എന്ന് പറഞ്ഞതോടുകൂടി നിലപാട് മാറ്റി. പക്ഷെ പറഞ്ഞത് തന്നെയാണല്ലോ. പിന്നെ നിങ്ങൾ നിലപാട് മാറ്റി 4 പേര് പറഞ്ഞ് അബദ്ധമായി പോയി ചേട്ടാ, ഇപ്പം എന്ത് ചെയ്യൂടാ? ഇപ്പം പറയാമോ എന്നൊക്കെയുള്ള ചോദ്യം. മഹാ കഷ്ടമാണ് ഇവരുടെ. ഏതായാലും ഇതിനും സാംബിത് റോയയുടെ ഈ പ്രസംഗവും നരേന്ദ്രമോദി ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. യെസ്,
കോൺഗ്രസിൻ്റെ യഥാർത്ഥ സ്വഭാവം സാം പിട്രോഡ വെളിപ്പെടുത്തി. അത് പ്രധാനമന്ത്രി ജനങ്ങളെ അറിയിച്ചു. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ കണ്ടു, സാം പിട്രോഡ വീഡിയോ കണ്ടു. കാണാതെ ഞാൻ പറയുകയല്ല. അയാൾ പറയുന്നത് പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെ. ഈ അറബികൾ എനിക്കറിയില്ല, അത് അയാളോട് തന്നെ ചോദിക്കണം. ഇവിടെ ഞാൻ ഈ കോസ്റ്റൽ ഏരിയയിൽ തന്നെ കഴിയുന്നവരാണ്. ഞാൻ ജനിച്ചതും കോസ്റ്റൽ ഏരിയയാണ്. ഞാൻ പിന്നെ സ്ഥലം മാറി താമസിച്ചതും കോസ്റ്റൽ ഏരിയയാണ്. ഞാനാരെ കണ്ടിട്ടില്ല. കടൽ എന്നെ വിടാറില്ല. കടലിൽ നിന്നൊരു 1.5 കിലോമീറ്റർ കിഴക്കോട്ട് പോകാൻ അറബിക്കടൽ എന്നെ സമ്മതിക്കില്ല. നീ ഇവിടെ എൻ്റെ പ്രദേശത്തായിട്ട് ഉണ്ടാവണം, എൻ്റെ ജൂറിസ്ഡിക്ഷനിലല്ലേ, എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ഉണ്ടാവണം. ബ്രീഫ്ലി ഞാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി താമസിച്ചു, മാസങ്ങൾ വർഷങ്ങളൊക്കെ താമസിച്ചെങ്കിലും തിരിച്ച് ഈ കടലമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കും. കടലമ്മ അങ്ങനെ വിടൂല. അപ്പോൾ ഇനി എന്നെ കണ്ടിട്ടാണ് ഇയാൾ അറബി എന്ന് തെറ്റിദ്ധരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. 4 പേര് കൂടെ പറഞ്ഞാൽ മതി, ഈ മോഹൻദാസിന് ഒരു അറബി ലുക്കുണ്ട്. അതോടെ കഴിഞ്ഞു എൻ്റെ കഥ. ഒരു തൊപ്പിയുടെ വെച്ചാൽ മതി എന്നല്ലേ? തൊപ്പി അത് സാധനം ഉണ്ടല്ലോ ഇങ്ങനെ, മറ്റേ ഒരു തുണി ഇട്ടിട്ടൊരു തിരികിട വെച്ച് മറ്റേ ഒരു ലോഹ ഇട്ട് കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ അറബിയായി ഒരു ഷെയ്ക്കാണെന്നൊക്കെ തോന്നും. മോഹൻലാലും ശ്രീനിവാസനും അത് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതും ഒരു ഇലക്ഷന് ചർച്ച വിഷയമാവുകയാണ്. ജനങ്ങൾ ഇതെല്ലാം കൂടെ, ഇത് ഇലക്ഷൻ ചർച്ചാ വിഷയം മാത്രമല്ല, ഇതാണ് ബേസിക്കലി ഇന്ത്യ മുന്നണിയുടെ അജണ്ട. ഇലക്ഷൻ കഴിഞ്ഞാലും ഇതായിരിക്കും അവരുടെ അജണ്ട. ഇലക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ ഇല്ലാതാകാനൊന്നും പോകുന്നില്ല. ദേ ആർ ഗോയിങ് ടു ബി ഹിയർ. തൽക്കാലം ആ പുസ്തകം മടക്കി വെക്കും, അത്രയേ ഉള്ളൂ. തോറ്റുപോയാൽ തോറ്റാലും മടക്കിയൊന്നും വയ്ക്കാൻ പോകുന്നില്ല. ദേ വിൽ കണ്ടിന്യൂ വിത്ത് റിന്യൂഡ് വിഗർ. അവർക്ക് പുറത്തുനിന്നാണെന്നേ അവരുടെ സപ്പോർട്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി, ഇവരുടെയൊക്കെ പണി എന്താ? ഇവിടെയൊക്കെ നടക്കുന്ന റിസർച്ച് എന്താ? ഹൗ ടു ഡീസ്റ്റെബിലൈസ് ഇന്ത്യ. ഇലക്ഷൻ കാലത്ത് ഇവർ പുറത്തുവിട്ട പല അജണ്ടകളും നമ്മൾ ചർച്ച ചെയ്തു. ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരിൽ പലരും പറയുന്നുണ്ട് പേടിയാവുന്നല്ലോ എന്ന്. പേടിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അന്ധഭയം ഇറുക്കട്ടെന്ന് പറഞ്ഞ പോലെ ആ ഭയം ഇരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.